കുഞ്ഞിക്കഥ. തണൽ. കടുത്ത വേനലിൽ മലഞ്ചെരിവിലുള്ള പച്ചപ്പ് തേടിയാണ് ആനക്കുട്ടിയും കുട്ടിക്കൊമ്പനും പുറപ്പെട്ടത്. അവർ നന്നേ വിഷമിച്ചു. അപ്പോഴാണ് വഴിവക്കിൽ തണലൊരുക്കി നിന്ന വലിയ മരം കണ്ടത്. അവർ വന്ന വശത്തേക്ക് തണൽ വിരിച്ച് മരം കാത്തു നിന്നതുപോലെ ആനക്കുട്ടിക്ക് തോന്നി. ആശ്വാസമേകിയ മരത്തണലിൽ കുറേ നേരം വിശ്രമിച്ചു. പിന്നീടാണ് മലഞ്ചെരിവിലെ പച്ചപ്പിലേക്ക് യാത്ര തിരിച്ചത്. മതിയാവോളം വിശപ്പടക്കി തിരികെ വരുമ്പോൾ തണലൊരുക്കി മരം അവിടെ നിന്നിരുന്നു. ഇത്തവണ അവർ വന്ന വശത്തേക്കായി ഇരുന്നു തണൽ. തങ്ങളുടെ വശത്തേക്ക് മരം തണൽ മാറ്റി നൽകിയതാണെന്നും കുട്ടി ആന കരുതി. സന്തോഷത്തോടെ രണ്ടുപേരും തണലേറ്റു മയങ്ങി. വെയിലൊന്നൊടുങ്ങിയപ്പോൾ ശേഷം അവർ യാത്ര തിരിച്ചു. അപ്പോൾ കുട്ടി ആന കൊമ്പനോട് പറഞ്ഞു, "ഈ മരം നമുക്ക് കാട്ടിലേക്ക് കൊണ്ടുപോകാം. സ്നേഹമുള്ള മരമാണ്." കൊമ്പനാന അത് കേട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, "നമ്മൾക്ക് മാത്രമല്ല, എത്രയോ പേർക്ക് തണലൊരുക്കാൻ ഈ മരത്തിനാകുന്നത് ഇവിടെ ആയതിനാലാണ്. അതുകൊണ്ടാണ് ക്ഷീണിച്ചു വന്ന നമ്മൾക്കും വിശ്രമിക്കാനായത്. എല്ലാം നമ്മൾക്ക് മാത്രം അനുഭവിക്കണം എന്ന സ്വാർത്ഥത വെടിഞ്ഞ് സഹായിക്കുന്നവരെ നന്ദിയോടെ സ്മരിക്കാനാണ് നാം പഠിക്കേണ്ടത്. കാട്ടിൽ ഇതുപോലെ ധാരാളം മരം ഉള്ളതിനാലാണ് നാം അവരുടെ തണലിൽ പ്രത്യേകത തിരിച്ചറിയാതിരിക്കുന്നതെന്നും കൊമ്പൻ പറഞ്ഞു. നന്മ ചെയ്യുന്നവർ ധാരാളം നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്ന് അവന് മനസ്സിലായി. അവരെ തിരിച്ചറിയണമെന്ന പാഠം ആനക്കുട്ടി പഠിച്ചു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.